ഓം മഹാഗണപതയേ നമ. എൻ്റെ കുഞ്ഞു ചാനലിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ഗണപതി ഭഗവാനെ ഉപാസിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? കാര്യങ്ങൾ നിർവിഘ്നം നടത്തുന്നതിനും കാര്യങ്ങൾക്ക് വിഘ്നം വരുത്തുന്നതിനും കഴിവുള്ളവനും അറിവിന്റെ ദേവനുമാണ് ഗണപതി. ഈ ഉപാസനാമൂർത്തിയുടെ വാഹനം എലിയാണ്. ശുഭകാര്യങ്ങളുടെ അവിഘ്ന പരിസമാപ്തിക്കായി ഗണപതിയെയാണ് സകലരും പൂജിക്കുന്നത്. വിദ്യയുടെ അധിഷ്ഠാന ദേവത ആയതുകൊണ്ടാണ് വിദ്യാരംഭത്തിന് മുമ്പ് ഹരിശ്രീ ഗണപതിയെ നമ എന്ന് ചൊല്ലി ഗണപതിയെ നമിക്കുന്നത്. എല്ലാ വൈദിക താന്ത്രിക കർമ്മങ്ങളും ഗണപതി നിവേദ്യത്തോടെയാണ് ആരംഭിക്കുന്നത്. വിഗ്രഹശാസ്ത്ര ഗ്രന്ഥത്തിൽ ഗണപതിക്ക് പല രൂപങ്ങളും പറയുന്നുണ്ട്. വിനായകൻ, ഗണാധീശൻ, വിഘ്നേശ്വരൻ, പ്രമദാധിപൻ, ഗണേശൻ, ബീജഗണപതി, ഹേരമ്പൻ, വക്രതുണ്ടൻ, ബാലഗണപതി, ഭക്തി വിഘ്നേശ്വരൻ, ഭക്തി ഗണേശൻ, ശക്തി ഗണേശൻ, ധ്വജഗണാധിപൻ, പിംഗള ഗണപതി, തരുണ ഗണപതി, വീരഗണപതി, ദ്വിജഗണപതി, സിദ്ധി ഗണപതി, മഹാഗണപതി, ഹരിദ്ര ഗണപതി, ഋണമോചക ഗണപതി, സങ്കടഹരണ ഗണപതി, വിജയ ഗണപതി, നൃത്ത ഗണപതി, ഊർധ്വ ഗണപതി, സിംഹ ഗണപതി, ഉച്ഛിഷ്ട ഗണപതി, ലക്ഷ്മി ഗണേശൻ, ക്ഷിപ്ര ഗണപതി തുടങ്ങിയവയാണവ. വിവിധ രീതിയിലുള്ള ഗണപതി വിഗ്രഹങ്ങളും പ്രചാരത്തിലുണ്ട്. തുമ്പിക്കൈ ഇടത്തോട്ട് പിരിഞ്ഞു കാണുന്ന വിഗ്രഹങ്ങളെ ഇടം പിരിയെന്നും വലത്തോട്ട് പിരിഞ്ഞു കാണുന്ന വിഗ്രഹങ്ങളെ വലം പിരിയെന്നും പറയുന്നു. ശക്തി ഗണപതിയുടെ വിഗ്രഹത്താൽ ശരീരഭാഗം സ്ത്രീ രൂപത്തിലുള്ളതായി കാണപ്പെടുന്നു. ഗണപതിയുടെ ഓരോ ഭാവത്തെയും ആരാധിക്കുന്നത് കൊണ്ട് പ്രത്യേക ഫലങ്ങൾ ലഭിക്കുന്നു. ബാലഗണപതിയെ ആരാധിക്കുന്നതിലൂടെ അഭീഷ്ടസിദ്ധിയും, വീരഗണപതിയിലൂടെ ശത്രുനാശവും, ഉച്ഛിഷ്ട ഗണപതിയിലൂടെ വ്യവഹാര വിജയവും ബിസിനസ് വിജയവും എന്നിവയും, ശക്തി ഗണപതിയിലൂടെ ഭയമോചനം, വശ്യം, സമൃദ്ധി എന്നിവയും, ലക്ഷ്മി വിനായകനിലൂടെ ഐശ്വര്യം, സമ്പത്ത്, വശ്യം എന്നിവയും ലഭിക്കുന്നു. പെട്ടെന്നുണ്ടാകുന്ന തടസ്സങ്ങൾ മാറാനും ഐശ്വര്യത്തിനും ക്ഷിപ്ര ഗണപതിയെ ആരാധിക്കുന്നു. വിഘ്ന നിവാരണത്തിനും ബാധാശാന്തിക്കുമായി വിഘ്നഗണപതിയെയും, സർവാഭീഷ്ട സിദ്ധിക്കും വിജയത്തിനും എന്നിവയ്ക്കായി മഹാഗണപതിയെയുമാണ് ആരാധിക്കേണ്ടത്. സ്ത്രീകൾ സന്താന ലബ്ധിക്കായി ഹരിദ്ര ഗണപതിയെയാണ് ആരാധിക്കേണ്ടത്. ദുഃഖവിമോചനത്തിന് സങ്കടഹരണ ഗണപതിയെയും, ഋണനിവാരണത്തിനായി ഋണമോചന ഗണപതിയെയും ആരാധിക്കുന്നു. ലോകവശത്തിനായി ത്രൈലോക്യ മോഹന ഗണപതിയെയും, ആഗ്രഹ സാഫല്യം, മന്ത്രസിദ്ധി എന്നിവയ്ക്കായി സിദ്ധി ഗണപതിയെയും ആരാധിക്കുന്നു. അപ്പം, അട, മോദകം എന്നിവയാണ് ഗണപതിയുടെ ഇഷ്ട നൈവേദ്യങ്ങൾ. പ്രതിബന്ധങ്ങളെ തരണം ചെയ്യുന്നതിന് ഗണപതിയുടെ നടയിൽ തേങ്ങ അടിക്കുന്ന പതിവുണ്ട്. നാളികേരം ഛിന്ന ഭിന്നമാകുന്നതോടെ പ്രതിബന്ധങ്ങളും നീങ്ങും. ഏത്തമിടലും ഗണപതി നടയിൽ നടത്തുന്ന ഒരു ആരാധനാരീതിയാണ്. ഗണപതിയെ ആരാധിക്കുന്നതിനു മാത്രമാണ് ഏത്തമിടിയിൽ നടത്തുക. ചിങ്ങമാസത്തിലെ വെളുത്തപക്ഷ ചതുർത്ഥിയാണ് ഗണപതിയുടെ ജന്മദിനം. അന്ന് ഗണപതി ഹോമം, മറ്റ് ഗണപതി പൂജകൾ തുടങ്ങിയവ നടത്തുന്നത് അതിവിശേഷമാണ്. ഇനിയും ഇങ്ങനെയുള്ള അറിവുകൾ നേടാനായിട്ട് എൻ്റെ ഈ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. Thank you for watching.